Friends, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 സയൻസിൻ്റെ 3rd ചാപ്റ്റർ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എ പാത്ത് ടു എ ഹെൽത്തി ബോഡി എന്ന് പറയുന്ന ലെസണാണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവമായ ആഹാരം കഴിക്കൽ. ശ്രദ്ധാപൂർവമായ ആഹാരം കഴിക്കലിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാകുന്നതെന്നാണ് പറയുന്നത്? എ പാത്ത് ടു എ ഹെൽത്തി ബോഡി, നല്ല ആരോഗ്യമുള്ള ശരീരത്തിലേക്കുള്ള ഒരു വഴി ഉണ്ടാവുന്നു. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ ശ്രദ്ധാപൂർവമായ ആഹാരം കഴിച്ചാൽ നമുക്ക് കൃത്യമായ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു വൈസ് സെയിങ് പറയുന്നുണ്ട്. ഹു ഈസ് ഹെൽത്തി, ഹു ഈസ് ഹെൽത്തി, ഹു ഈസ് ഹെൽത്തി, വൺ ഹു ഈറ്റ് ഫുഡ് ദാറ്റ് ഹോൾസം ഇൻ മോഡറേറ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫോർ ദ സീസൺ, ടൈം ആൻഡ് പ്ലേസ്. ഇതിനകത്ത് പറയുന്നത് ആരാണ് ഹെൽത്തി, ആരാണ് ആരോഗ്യമുള്ള ആൾ. എങ്ങനെയുള്ള ആൾ ആരോഗ്യമുള്ളതെന്ന് പറയുന്നത്? എല്ലാ സാധനങ്ങളും മോഡറേറ്റ് ആയിട്ട്, മര്യാദയ്ക്ക് അല്ലെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ മാന്യമായ അളവിൽ കഴിക്കുന്നത് എങ്ങനെയാണ്? സീസൺ, അതായത് കാലത്തിനനുസരിച്ച്, കാലാവസ്ഥയ്ക്കനുസരിച്ച്, സമയത്തിനനുസരിച്ച്, പ്ലേസിനനുസരിച്ച് ഒക്കെ കറക്റ്റായിട്ട് ആഹാരം കഴിക്കുന്ന ആളാണ് ആരോഗ്യവാനായ ആൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ലെസണിൽ എന്തായിരിക്കും പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് ഈ ലെസണിൽ ആരോഗ്യമുള്ള ശരീരത്തിന് നമ്മൾ ഏതൊക്കെ ആഹാരക്രമങ്ങൾ വേണം എന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം. മേതു ആൻഡ് മിഷ്ടി റീഡ് തോട്ട് ഓഫ് ദി ഡേ ഓൺ ദ സ്കൂൾ നോട്ടീസ് ബോർഡ് എവറി ഡേ. നമ്മുടെ മേതുവും മിഷ്ടിയും എല്ലാ ദിവസവും അവരുടെ നോട്ടീസ് ബോർഡിലുള്ള ഇന്നത്തെ ചിന്താവിഷയം എന്ന ടോപ്പിക്ക് നോക്കാറുണ്ട്. ഇന്ന് എന്താ എഴുതിയിരിക്കുന്നതെന്നാ? അന്നേന ചതാനി ജീവന്തി എന്നാണ്. എന്താണ് ഇതിനർത്ഥം? ഇതൊരു സാൻസ്ക്രിറ്റ് വേർഡിംഗ് ആണ്, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് സേയിങ് ആണ്. ഫുഡ് ഗിവ്സ് ലൈഫ് ടു ലിവിങ് ബീയിങ്സ്. അതായത് ആഹാരമാണ് ജീവനുള്ള വസ്തുക്കൾക്ക് ജീവൻ നൽകുന്നത്. വാട്ട് ഡു വി ഈറ്റ്? നമ്മൾ എന്താണ് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓൾ ഓഫ് us eat food every day. Food is an essential component of our daily life. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഫുഡ് കൊണ്ടാണ്. ഫുഡില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ ഒരാഴ്ചയിൽ നിങ്ങൾ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതിനുള്ള ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മൺഡേയിൽ എന്താണ്, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യാവുന്നതാണ്. What observation can you make about your food from the data collected in the table 3.1? Do you eat the same kind of food every meal, or do your choices vary? Compare your list with those prepared by the friends. നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ നമുക്കറിയാം ഓരോ ദിവസം നമ്മൾ ഓരോ തരത്തിലുള്ള ആഹാരങ്ങളായിരിക്കും കഴിക്കുന്നത്, അല്ലേ? എല്ലാ ദിവസവും നമ്മൾ ഒരേ തരത്തിലുള്ള ആഹാരമായിരിക്കത്തില്ല കഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിത് എഴുതിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്സ് എന്തൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്, അതുപോലെ സിമിലാരിറ്റി, അവർ നമ്മൾ കഴിച്ച ആഹാര സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതോ ഡിഫറെൻ്റ് ആയിട്ടാണോ, ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. You may have noticed that there is a variety of food eaten by you and your friends. ഒരുപാട് തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കുന്നതല്ല നാളെ കഴിക്കുന്നത്, വേറെ വേറെ മാറി കഴിക്കുന്നുണ്ട്, അല്ലേ? ഫുഡ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. ഇനി പല സ്ഥലത്ത് പലതരത്തിലുള്ള ആഹാരങ്ങളാണ് കാണുന്നത്. നമുക്ക് നോക്കാം അതിനെക്കുറിച്ച്. ഫൈൻഡ് ഔട്ട് ദ ടൈപ്പ് ഓഫ് ഫുഡ് ട്രഡീഷണലി കൺസ്യൂംഡ് ആൻഡ് ദ ക്രോപ്സ് ഗ്രോൺ ഇൻ വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. യു മേ റെഫർ ടു ബുക്സ് ഇൻ യുവർ ലൈബ്രറി and search the internet and interact with your friends, family and neighbors to collect information. ഇനി നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? നമ്മൾ കേരളത്തിൽ റൈസ് നന്നായിട്ട് വിളയുമെങ്കിൽ പഞ്ചാബിൽ അത് ഗോതമ്പാണ്, അല്ലേ? അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തും പലതരത്തിലുള്ള ആഹാരമാണ് ആൾക്കാർ കഴിക്കുന്നത്. എന്താണ് വ്യത്യാസം വരുന്നത്? ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും റൈസ് കഴിക്കുന്നതിന് കാരണം പണ്ട് മുതലേ നമ്മൾ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഫാമിലി പണ്ട് മുതലേ റൈസ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ക്രോപ്സ് ഉണ്ടാകുന്നതും റൈസാണ്. വീട്ട് നമ്മുടെ ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ റൈസ് കൂടുതലായി ഉപയോഗിക്കുന്നു. എന്നാൽ പഞ്ചാബിലാട്ടെ അങ്ങനെയല്ല, അവിടെ ഗോതമ്പാണ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അത് കൂടുതൽ കഴിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇൻ്റർനെറ്റിലും ബുക്കിലും ഒക്കെ നോക്കി ഓരോ സ്ഥലത്തെയുള്ള ആഹാരം, അവിടെ വിളയുന്ന ആഹാരങ്ങൾ, അതായത് അവിടെ ഉണ്ടാകുന്ന ക്രോപ്സിനെ കുറിച്ചും ധാന്യങ്ങളെക്കുറിച്ചും പിന്നെ അതുപോലെ
അവർ ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചും എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവിടെ ഓരോ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. ലോക്കലി ഗ്രോൺ ക്രോപ്സ്, അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ക്രോപ്സ്, ധാന്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ്, പണ്ട് മുതലേ അവർ ആഹാരം ഏത് തരത്തിലുള്ള ആഹാരമാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ അവിടെ കുടിക്കുന്ന വെള്ളം, ഏത് തരത്തിലുള്ള വെള്ളമാണ്. ബിവറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്കിങ് മെറ്റീരിയലാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ പഞ്ചാബ്, കർണാടക, മണിപ്പൂർ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളയോട് എഴുതാം. കേരളയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? റൈസാണ് ഉപയോഗിക്കുന്നത് അല്ലേ? റൈസ്, ഫിഷ് ഒക്കെ, അതായത് ക്രോപ്സ് ആണ് ഇവിടെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഈട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ ക്രോപ്സിനെ ബേസ് ചെയ്തായതുകൊണ്ട് റൈസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പല ചട്നി ഉപയോഗിക്കുന്നുണ്ട്, സാമ്പാർ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂടുതലും എന്താണ് ഇവിടെ കുടിക്കുന്നത്? നമ്മൾ കോഫി കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ? കോഫിയാണ്. ടീയും കഴിക്കും, ഓരോരുത്തരുടെ ഇഷ്ടം എന്നുള്ള ടീയോ കോഫിയോ ഒക്കെ കഴിക്കുന്ന ആൾക്കാർ. അത് നമുക്ക് എഴുതാമേ. അപ്പം ഇതിൻ്റെ മലയാളം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഇവിടെ കോളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് നോക്കി വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. Why do we see diversity in traditional food consumed in various states of our country? ഈ ഒരു വ്യത്യാസം, അതായത് പല സ്റ്റേറ്റുകളിലും പല തരത്തിലുള്ള ആഹാര സാധനമാണ് നമ്മൾ കണ്ടു. അപ്പം നമ്മളിപ്പം ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? പഞ്ചാബിൽ ചോളവും ഗോതമ്പും ഒക്കെയാണ് വിളയുന്നത്. അപ്പോൾ അവർ ചോളം, റൊട്ടി, പിന്നെ എന്താണ് ഹൽവയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അതുപോലെ കർണാടകയിലെ ചോറാണ് അവർ കൂടുതൽ മീൻസ് റാഗിയും റൈസും ഒക്കെയാണ് അരി. ഇവിടെ അതുപോലെ തന്നെ പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആഹാര സാധനങ്ങളുള്ളത്. എന്താണ് ഇതിന് കാരണം എന്നാണ്. Analyze the data collected from you. Are there food items that are common across many states? Make a list of those food items. You may find that some food items can common in many states while some are eaten only in that particular state. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ചില സ്ഥലങ്ങളിൽ ഒരുപാട് ഇപ്പം അരി തന്നെ പല സ്റ്റേറ്റുകളും യൂസ് ചെയ്യുന്നുണ്ട്. അസമിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ല കേരളത്തിൽ, പിന്നെ മണിപ്പൂരിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അരി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലതൊന്നും ചില സ്ഥലത്ത് ഉപയോഗിക്കുന്നതേ ഇല്ല, ആ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് കാര്യം? നോക്കാം നമുക്ക്. What relation do you find between the traditional food items and locally grown crops? You must have observed that the traditional food of any state is usually based on the crops grown in that state. ഏതൊരു സംസ്ഥാനത്തും ഏത് തരത്തിലുള്ള ധാന്യങ്ങളാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ചാണ് ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യ ഈസ് അഗ്രികൾച്ചർ കൺട്രി വിത്ത് ഡൈവേഴ്സ് സോയിൽ ആൻഡ് ക്ലൈമറ്റിക് ടൈപ്സ്. വേരിയസ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. പല സ്ഥലത്തും പല തരത്തിലുള്ള ആഹാര സാധനങ്ങളാണ് ഉണ്ടാകുന്നത്. In various regions in India, the choice of food may vary according to the cultivation of food crops in the particular region, taste preferences, culture and tradition. ഇനി എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല തരത്തിലുള്ള സാധനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ കൃഷി രീതിയല്ല തമിഴ്നാട്ടിലെ രീതിയല്ല മറ്റേ ആന്ധ്രയിലോ അല്ലെങ്കിൽ കാശ്മീരിലോ ഉണ്ടാകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ക്രോപ്സാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളത്തിന് നമ്മൾ എന്തുകൊണ്ടാണ് ചോറ് കൂടുതൽ കഴിക്കുന്നത്? ബിക്കോസ് പണ്ട് മുതലേ ആൾക്കാർ നമ്മൾ റൈസ് ഒരു ഇമ്പോർട്ടൻ്റ് ഫുഡ് ഐറ്റമായിട്ട് നമ്മൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് കഴിക്കുന്നു. സോ അതുകൊണ്ട് നമ്മളും അത് കഴിക്കുന്നു. അതേസമയം ചപ്പാത്തി ആയിരുന്നു അവർ പണ്ട് മുതലേ കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ചപ്പാത്തി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത്. മനസ്സിലായോ? ഹൗ ഹാവ് കുക്കിംഗ് പ്രാക്ടീസ് ചേഞ്ച് ത്രൂ ഓവർ ടൈം. അതായത് കാലങ്ങൾക്കനുസരിച്ച് കുക്കിംഗ് സ്റ്റൈൽ വ്യത്യാസം വരും. അതെങ്ങനെയാണെന്ന് നോക്കുക. യു ഹാവ് ലേൺ ദ ഫുഡ് ഹാബിറ്റ്സ് വേരി അക്രോസ് ദ സ്റ്റേറ്റ്. അവർ ഫുഡ് ചോയ്സസ് ആസ് വെൽ ആസ് ദ പ്രാക്ടീസ് ഓഫ് ഫുഡ് പ്രിപ്പറേഷൻ മേ ഡിഫർ ഫ്രം അനദർ. അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയും പല സ്ഥലത്തും പല രീതിയിലാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവർ ഫുഡ് ഹാബിറ്റ്സ് ആർ കുക്കിംഗ് പ്രാക്ടീസ് ചേഞ്ച് ഓവർ ടൈം. അതായത് നമ്മുടെ ആഹാര രീതിയും പിന്നെ കുക്കിങ്ങിൻ്റെ രീതിയും വ്യത്യാസമുണ്ടോ ഓരോ കാലങ്ങൾ കഴിയുമ്പോൾ? നോക്കാം എന്താണ്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ഗ്യാതറിങ് ഇൻഫർമേഷൻ ഫ്രം എൽഡർഡ് പേഴ്സൺ. മുതിർന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഡു യു സ്റ്റിൽ ഈറ്റ് ആൻഡ് വാട്ട് ഈസ് ന്യൂ?
മുതിർന്ന ആൾക്കാരോട്, പ്രായം ചെന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാം, പണ്ട് നിങ്ങൾ കഴിച്ച എന്താണ്, ഇപ്പം നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, പണ്ട് മുതലേ നിങ്ങൾ ഇപ്പം വരെ കഴിക്കുന്ന എന്താണെന്ന് ചോദിക്കാം അല്ലേ. ഇപ്പോൾ പുതുതായിട്ട് കഴിക്കുന്ന എന്താണ്. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ കുക്കിംഗ് പ്രാക്ടീസ്, അതുപോലെ കുക്ക് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്. വാട്ട് വാസ് കോസ് ദീസ് ചേഞ്ചസ്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മുതിർന്ന ആൾക്കാരോട് ചോദിക്കാം, അതായത് പ്രായം ചെന്ന ആൾക്കാരോട്. ഇവിടെ നോക്കിയൊരു ചുൽഹ തന്നിട്ടുണ്ട്, ഒരു വിറക് അടുപ്പ്. പക്ഷെ ഇപ്പം നമ്മൾ വിറക് അടുപ്പല്ല ഉപയോഗിക്കുന്നത്, ഗ്യാസ് സ്റ്റവാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ അമ്മിക്കല്ലെന്ന് പറയുന്ന സാധനം, അരകല്ലെന്നൊക്കെ പറയുന്ന സാധനം, ഇന്നോ നമ്മൾ ഗ്രൈൻഡറാണ്, ഇലക്ട്രിക് ഗ്രൈൻഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ് ഫ്രം ദ ഇൻ്റർവ്യൂ യു കണ്ടക്റ്റഡ്. കുക്കിംഗ് പ്രാക്ടീസ് ഓൾസോ കോൾ കൾണറി പ്രാക്ടീസസ്. കൾണറി പ്രാക്ടീസ് എന്നാണ് ഇതിനെ കുക്കിംഗ് പ്രാക്ടീസസിനെ പറയുന്നത്. ഹാവ് ചേഞ്ച്ഡ് ഓവർ ടൈം. ദിസ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേൺ culinary practice. Earlier, most cooking has done using chulha. Nowadays, most of the cook using a modern gas stove. പണ്ടുണ്ടായിരുന്ന ആൾക്കാർ അടുപ്പാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഗ്യാസ് സ്റ്റവാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ഉള്ള ആൾക്കാർ കൈകൊണ്ട് അരയ്ക്കുമായിരുന്നു, അതായത് സിൽബട്ട അരകല്ലിൽ അരയ്ക്കുമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഗ്രൈൻഡിങ്ങിന് മെഷീൻസ് ഉണ്ട്. Why has this culinary practice changed over time? These changes may be due to the factors such as technological development, improved transportation and better communication. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ടെക്നോളജി വളരെയധികം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി നമുക്ക് വാഹന സൗകര്യം വളരെ പെട്ടെന്നുണ്ട്. പിന്നെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുക്കുക, വിളിച്ച് പറയുക, കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇനി വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഫുഡ്, ഫുഡിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഒരു ട്രഡീഷണൽ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നതിനകത്തിൽ നമ്മുടെ മീതും മിസ്റ്റിയും പോയിട്ടുണ്ട്. ഈറ്റ് ഹെൽത്തി ലീവ് ഹെൽത്തി എന്നുള്ള ഒരു കോട്ടിങ് അവിടെ ഉണ്ട്. ദ ഫെസ്റ്റിവൽ ഫീച്ചേഴ്സ് വേരിയസ് സ്റ്റോൾസ് ഡിസ്പ്ലേയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രഡീഷണൽ ഫുഡ്. അപ്പം ഇവരെന്താണ് ഫെസ്റ്റിവലിന് പോയപ്പോൾ, അതായത് ഫുഡ് ഫെസ്റ്റിവലിന് പോയപ്പം അവിടെ ട്രഡീഷണൽ ഡിഷസ്, പരമ്പരാഗതമായി വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഡോക്ടർ പോഷിത, എ ന്യൂട്രീഷണൽ എക്സ്പേർട്ട്, എക്സ്പ്ലെയിൻ ദ സ്റ്റുഡൻസ് ഹെൽത്ത് ഈസ് ആൻ അൾട്ടിമേറ്റ് വെൽത്ത്. നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ഹെൽത്ത് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. Let us understand what Dr. പോഷിത means by the statement. ഇതിൽ നിന്ന് എന്താണ്, അതായത് ഡോക്ടർ പോഷിത പറഞ്ഞ എന്താണെന്ന് നമ്മൾ കൂടുതൽ പറയുകയാണേ. നിങ്ങൾ എപ്പോഴെങ്കിലും ആഹാരം മിസ് ചെയ്തിട്ടുണ്ടോ, മീൻസ് കഴിക്കാതെ പോയിട്ടുണ്ടോ? ഹൗ ഡു യു ഫീൽ വെൻ യു മിസ് എ മീൽ? ഒരു ആഹാരം നമ്മളല്ലേ ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരുന്നാൽ നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്? ടയർഡ്നെസ് ആണല്ലേ. We feel tired and less energetic when we do not eat for some times. Why do you think a marathon runner drinks glucose water during and after the race? കണ്ടോ, അതായത് ഓട്ടക്കാരൊക്കെ ഗ്ലൂക്കോസ് വെള്ളം കുടിക്കുന്നത് എന്തിനാണ് എനർജി കിട്ടാൻ വേണ്ടി. അവർക്കിടയ്ക്ക് ആ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട്. ഗ്ലൂക്കോസ് പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് എനർജി. ഗ്ലൂക്കോസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് അന്നജത്തിൻ്റെ ഒരു പാർട്ടാണ്. എന്താണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അന്നജം ആണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. ആർ വൺ ഓഫ് ദ പ്രൈമറി സോഴ്സസ് ഓഫ് എനർജി, അതായത് എനർജിയുടെ പ്രൈമറി സോഴ്സ് ആണത്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ തന്നിട്ടുണ്ട് പൊട്ടറ്റോ, ഷുഗർ കെയിൻ, ബനാന, സ്വീറ്റ് പൊട്ടറ്റോ, വീറ്റ്, റൈസ്, ബജ്റ, പൈനാപ്പിൾ, മാംഗോ, മീസ്. ഇതെല്ലാം എനർജി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ഉള്ളതെല്ലാം നമുക്ക് എനർജി തരുന്നതുമാണ്. ആൻഡ് ഷുഗർ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. വൺ ഡു യു തിങ്ക് പ്രിഫർ ഹാവ് ലഡൂസ് ആസ് എ പാർട്ട് ഓഫ് അവർ ട്രഡീഷണൽ ഡയറ്റ്? നമുക്ക് വിൻ്റർ സമയമാകുമ്പോൾ ലഡൂസൊക്കെ എല്ലാവരും കഴിക്കാറുണ്ട്. എന്താണ്? അതായത് ഗോതമ്പും പിന്നെന്താ ബട്ടറുമാണ് അതിനകത്തിൽ. വീറ്റ് ഫ്ലോറും ബട്ടറുമാണ് ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ലഡുവിന് വരുന്നത്. അപ്പം എഡിബിൾ ഗം, നട്ട്സ്, സീഡ്സ്, ഇതെല്ലാം എന്താണ്? ഫാറ്റാണ്. ഇത് ഈ ഫാറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിൻ്റർ സീസൺ. ഫാറ്റ് എന്തിനാണ് വിൻ്റർ സീസണിൽ? നമുക്ക് പെട്ടെന്ന് തണുപ്പ് അടിക്കാതിരിക്കാൻ ഫാറ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
My grandma told me that ladoos rich in ghee and nuts provide energy to കീപ്പ് അസ് വാം. നമുക്ക് തണുപ്പില്ലാതെ ചൂട് ആയിരിക്കാനാണ് ലഡൂസ് എന്ന് കഴിക്കുന്നത്, അതായത് വിൻ്റർ സീസണിൽ. സോഴ്സസ് ഓഫ് ഫാറ്റ്സ് ക്യാൻ ബി ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നട്ട്സ് സച്ച് എസ് ഗ്രൗണ്ട് നട്ട്, വാൾനട്ട്, കോക്കനട്ട് ആൻഡ് ആൽമണ്ട്സ് ആൻഡ് സീഡ്സ് സച്ച് എസ് പംകിൻ സീഡ് ആൻഡ് സൺഫ്ലവർ സീഡ്സ് ആർ സം സോഴ്സസ് ഓഫ് ഫാറ്റ്. നമുക്ക് എണ്ണ കിട്ടുന്ന എല്ലാ സീഡ്സും ഫാറ്റിൻ്റെ എന്താ പറയുന്നത് വലിയ സോഴ്സസ് ആണ്. പിന്നെ നമ്മൾ പറയുന്ന കപ്പലണ്ടി, സൂര്യകാന്തിയുടെ എണ്ണ, കോക്കനട്ട്, തേങ്ങ, ഇതെല്ലാം ബദാം, ഇതെല്ലാം ഇഷ്ടംപോലെ ഫാറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലഡുവിൽ ഇടുന്നത് എന്തിനാണ്? ഈ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡിനെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കേർഡ്, ആൽമണ്ട്, കാഷ്യൂനട്ട്, സിസം സീഡ്സ്, സോയാബീൻ, ഗ്രൗണ്ട് നട്ട്, വാൾനട്ട്, സൺഫ്ലവർ സീഡ്, പിസ്ത, ബട്ടർ, ഇതെല്ലാം തന്നിട്ടുണ്ട് സോഴ്സസ് ഓഫ് ഫാറ്റായിട്ട്. കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ് പ്രൊവൈഡ് എനർജി ഫോർ പെർഫോമിങ് വേരിയസ് ആക്ടിവിറ്റീസ്. ദെയർഫോർ ദേ ആർ കോൾഡ് എനർജി ഗിവിങ് ഫുഡ്. അതായത് ഇപ്പം നമ്മൾ കണ്ട ഫാറ്റും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ എല്ലാ ആഹാര സാധനങ്ങളും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് എനർജി ഗിവിങ് ഫുഡ്. നെക്സ്റ്റ് നമുക്ക് നോക്കി, പോളാർ ബേഴ്സ് അക്യുമുലേറ്റ് എ ലോട്ട് ഓഫ് ഫാറ്റ് അണ്ടർ ദെയർ സ്കിൻ. അതായത് പോളാർ ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹിമക്കരടികൾ അതിൻ്റെ സ്കിന്നിനടിയിൽ ധാരാളം ഫാറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. എന്താ കാര്യം? അവർക്ക് തണുക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഫാറ്റ് സെർവ്സ് ആസ് എ എനർജി സോഴ്സ്. ഇറ്റ് സപ്പോർട്ട് ദം ഡ്യൂറിങ് ദെയർ മന്ത് ലോങ് വിൻ്റർ സ്ലീപ്പ്. അതായത് ഹിബർനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അവർ വിൻ്ററിൽ ഒരുപാട് സമയം കിടന്ന് ഉറങ്ങും. ആ സമയത്തെല്ലാം ഇവർക്ക് എനർജി കിട്ടുന്നത് ഈ ഫാറ്റിൽ നിന്നാണ്. അവർ പ്രത്യേകിച്ച് വേറൊന്നും കഴിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആർ ഓൾസോ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ഫുഡ്. മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് പൾസസ് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. സ്പോർട്സ് പേഴ്സൺസ് നീഡ് പ്രോട്ടീൻസ് ലാർജർ ക്വാണ്ടിറ്റീസ് ആൻഡ് ബിൽഡ് ദെയർ മസിൽസ്. അതായത് നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോട്ടീൻസ് ആണ്. പീപ്പിൾ ഗെറ്റ് പ്രോട്ടീൻസ് ഫ്രം പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്. സം എക്സലൻറ്റ് പ്ലാന്റ് സോഴ്സസ് പ്രോട്ടീൻസ് പൾസസ്, ബീൻസ്, പീസ്, നട്ട്സ്. അതായത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണെന്നാണ്. പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, ചെറിയ പയർ, പിന്നെ നട്ട്സ്, ഇതിൽ നിന്നൊക്കെയാണ്. ആനിമൽ സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ് ആർ മിൽക്ക്, പനീർ, എഗ്, ഫിഷ് ആൻഡ് മീറ്റ്. അതായത് പാല്, പനീർ, മുട്ട, മീൻ, ഇറച്ചി, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. പ്രോട്ടീൻ റിച്ച് ഫുഡ് ഹെൽപ്പ് അസ് ടു ഗ്രോത്ത് ആൻഡ് റിപ്പയർ അവർ ബോഡി. ദീസ് ആർ ദെയർഫോർ കോൾഡ് ബോഡി ബിൽഡിംഗ് ഫുഡ്. നമ്മൾ പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? ബോഡി ബിൽഡിംഗ് ഫുഡ്. എന്താ കാര്യം? നമ്മുടെ ശരീരം വളരുന്നത്. അപ്പോൾ ഫാറ്റും കാർബോഹൈഡ്രേറ്റും എനർജി ഗിവിങ് ഫുഡാണ്. ഓർത്തോണം, ഫാറ്റും കാർബോഹൈഡ്രേറ്റും എനർജി ഗിവിങ് ഫുഡാണ്. പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡെല്ലാം ബോഡി ബിൽഡിംഗ് ഫുഡാണ്. നോക്കിയാൽ ഇവിടെ നമുക്ക് ചെറുപയർ, തുവര, പിന്നെ ഇതെല്ലാം തന്നിട്ടുണ്ട്. വൻപയർ, സോയാബീന്, പലതരത്തിലുള്ള പനീറുണ്ട്, എഗ്ഗുണ്ട്, ഫിഷ്, ചിക്കൻ, ഇതൊക്കെ എന്താണ്? പ്രോട്ടീൻസ് ധാരാളമുള്ള ഭക്ഷണ സാധനങ്ങളാണ്. The right amount of the protein must be included in the diet growing children to the proper growth and development. അതുകൊണ്ട് തന്നെ പറയുന്നത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ വളരെയധികം ആവശ്യം ഉണ്ടെന്ന്. ഇവിടെ ഒരു മഷ്റൂമിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ മഷ്റൂം സാധാരണ ഇവിടെ വളരുന്നതെന്ന് അറിയാമോ? They grow mostly in dark and moist places. Edible mushrooms are good source of proteins. മഷ്റൂമും പ്രോട്ടീൻ വളരെയധികം അടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ മഷ്റൂമും എഡിബിൾ അല്ല, ഈറ്റബിൾ അല്ല. ചില മഷ്റൂംസൊക്കെ വളരെ പോയ്സണസുമാണ്. അപ്പോൾ മഷ്റൂം നമ്മൾ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കുക. വൈ ഡു യു തിങ്ക് we are advised to include serving of fruit, vegetables and other plant-based foods in our daily diet? Let us understand the importance of some other food components by reading the following two cases. നമുക്ക് 2 കേസസ് പറയാം. അതായത് നമ്മൾ എപ്പോഴും പറയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കണമെന്ന്. അതിൻ്റെ കാരണങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. കേസ് 1. In early times, during long voyages, sailors often suffered from bleeding and swollen gums. During the voyage, Scottish physician James Lind
observed that sailors who consumed lemon and oranges recovered them these symptoms. Bleeding and swollen gums are symptoms of diseases called scurvy. അതായത് സെയിലേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അവരുടെ മോണകളിൽ നിന്നുള്ള രക്തം വരവാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്കർവി എന്ന് പറയുന്നത്. ആ സ്കർവിക്ക് ഒരു റെമഡി കണ്ടുപിടിച്ച ആളാണ് സ്കോട്ടിഷ് ഫിസിഷ്യനായ ജെയിംസ് ലിൻഡ്. അദ്ദേഹം എന്താ മനസ്സിലാക്കിയത്, ഓറഞ്ചും ലെമണും കഴിച്ചാൽ ഈ ബ്ലീഡിങ് ഗംസ്, അതായത് മോണയ്ക്കൂന്നുണ്ടാകുന്ന നീരും ചോര, അതായത് പഴുത്ത് ചോര വരുന്ന അവസ്ഥ ഇല്ലാതെയാകുന്നു. വാട്ട് ഡു യു ഇൻ്റർപ്രറ്റ് റീഡിങ് കേസ് 1? വാട്ട് കോസ് സ്കർവി? lemon and oranges help the curing scurvy, and scurvy is caused due to the deficiency of vitamin C. Vitamin C present in citrus fruit like lemon and orange help curing this disease. ഇപ്പോൾ സ്കർവി എന്ന സെയിലേഴ്സൊക്കെ ഒത്തിരി നാളിങ്ങനെ വെള്ളത്തിലല്ലേ, അപ്പോൾ അവർക്ക് ഈ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടാൻ കുറവായതുകൊണ്ടാണ്, വൈറ്റമിൻ സി അവർക്ക് കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ലെമണും സിട്രസ് ഫുഡ്, അതായത് പുളിയുള്ള പഴവർഗ്ഗങ്ങൾ സ്കർവി എന്ന് പറയുന്ന അസുഖത്തിന് വളരെ നല്ല റെമഡിയാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഈ ആഹാരം കഴിച്ചാൽ സ്കർവി വരികയില്ല. ഇനി കേസ് 2. In 1960s, Indian scientists found that among the human population in the Himalayan region and northern plains in India, symptoms swelling the front of the neck which prevalent as per norms of Government of India, and effort made the supplement common salt with iodine for preparing iodized salt. പിന്നെ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോർത്തേൺ പ്ലെയിൻസിൽ ഇതുപോലെ കഴുത്തിന് ഇങ്ങനൊരു വീക്കം വരും. ഇതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴെന്താണ്, അയഡിൻ്റെ അഭാവമാണ്. അയഡിൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ സോൾട്ടിൽ, സാധാരണ ഉപ്പില്ലേ, അതിനകത്ത് അയഡിൻ ചേർത്ത് അയഡൈസ്ഡ് ഉപ്പായി. നമ്മൾ നോക്കണം, നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന പൊടിയുപ്പിൻ്റെ എല്ലാം മുകളിൽ അയഡൈസ്ഡ് ഉപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, അയഡൈസ്ഡ് സോൾട്ട്. കൺസംഷൻ ഓഫ് അയഡൈസ്ഡ് സോൾട്ട് വിസിബിളി റെഡ്യൂസ് ദ എബോവ് സിംറ്റംസ്. These symptoms were due to the deficiency of iodine in the soil of their region, resulting their lack of iodine in the local food and water supply. Swelling at the front of the neck is a symptom of disease goiter. Goiter എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. എന്തുകൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്? ആ സ്ഥലങ്ങളിൽ ഇതുണ്ടാകുന്ന ഈ ആൾക്കാർക്ക് ഇങ്ങനെ അസുഖം വരുന്ന സ്ഥലങ്ങളിൽ മണ്ണിൽ അയഡിൻ്റെ അളവ് കുറവായതുകൊണ്ട് അവരുടെ കിട്ടുന്ന ഫുഡിലും അയഡിൻ്റെ അളവ് കുറവായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഗോയിറ്റർ ഇല്ലാതാവാൻ എന്ത് മതി? അയഡിൻ എന്ന് പറയുന്ന സാധനം ചേർത്ത സോൾട്ട് ഉപയോഗിച്ചാൽ മതി, അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. You may have learned about iodized salt through newspapers, advertisement, or by reading about the salt packet. What does it mean? Iodized salt is simply salt mixed with the required quantities of salt of iodine. അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ കോമൺ സോൾട്ട്, അതിലേക്ക് അയഡിൻ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Salt farming is a traditional practice of tribal community named Agarias, and they practice salt farming in the little Rann of Kutch and other parts of Gujarat. For 8 months, they live in the extreme heat of the desert and work very hard to get salt for seawater. How would you find out more about other food components and protect our body from various diseases? നോക്കിയേ, ഇവിടെ നമുക്ക് കാണാൻ വരുന്നത് എങ്ങനെയാണ് സോൾട്ട് ഫാമിംഗ് ഉണ്ടാക്കുന്നതെന്നാണ്. അതായത് ഇവർ ചെയ്യുന്നത് ഈ കടലിലെ വെള്ളമാണ്, ഇതുപോലെ ചെറിയ 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 തടങ്ങളായിട്ടുണ്ടാവും. ഈ തടങ്ങളിലേക്ക് ഈ വെള്ളം കയറ്റും, അതായത് ഈ സോൾട്ട് വാട്ടർ, സീ വാട്ടർ കയറ്റിയിട്ട് സൂര്യപ്രകാശത്തിൽ ഇത് ഉണങ്ങുന്നുണ്ടേ അത് നമുക്ക് അതിനകത്തിലെ വെള്ളമെല്ലാം വലിഞ്ഞ് സോൾട്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ സോൾട്ടാണ് ഏകദേശം 8 മാസം ഇവരിങ്ങനെ ഒരു വർഷത്തിൽ ഇങ്ങനെ നല്ല ചൂടുള്ള സമയത്ത് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഇവർ റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ഏറ്റവും കൂടുതൽ ഈ സോൾട്ട് ഫാമിംഗ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങനെ വെള്ളം സീ വാട്ടർ കയറ്റി വിട്ടിട്ട് അത് വറ്റിച്ചെടുക്കുന്ന ഉപ്പാണ്. അപ്പോൾ അത് സാധാരണ നമ്മൾ കോമൺ സോൾട്ട് എന്ന് പറയുന്നത്. അത് പിന്നെ അതിനകത്ത് നിന്ന് മണ്ണും എല്ലാം റിമൂവ് ചെയ്ത് നല്ല വൃത്തിയാക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ അയഡിൻ ചേർത്താണ് അയഡൈസ്ഡ് ഉപ്പ് ഉണ്ടാക്കുന്നത്.
ഇനി നമുക്ക് മറ്റ് കമ്പോണൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ എന്തൊക്കെ ആഹാരം കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം.